ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ നമ്മൾ പലരും 99% ആളുകളും ഈ ഒരു അപ്ഡേറ്റ് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് വളരെയധികം സെക്യൂർ ആയിട്ട് നമ്മുടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു അപ്ഡേറ്റ് ആണിത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിൽ ആ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീരെ അധികം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരുടെ ഫോണിലേക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയവരെല്ലാവരും ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഓർത്തിട്ട് വേണം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിന് മുൻപ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ വന്നിരിക്കുന്ന കുറേ മുൻപ് വന്നിരിക്കുന്ന അപ്ഡേറ്റിനാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു അപ്ഡേറ്റും ഇതാണ്. ഇപ്പോൾ ഞാനിവിടെ കുറേ പ്രൊഫൈൽസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനതിലൊരു പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ടൈപ്പ് ചെയ്യാനുള്ളൊരു മാറ്റർ ജസ്റ്റ് ഞാനൊരു ഹായ് അയച്ചു, അതിനുശേഷം ഒരു ഗുഡ് മോർണിംഗ് അയച്ചു. ഇതൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് ആണ്. പക്ഷെ നമ്മുടെ വോയിസ് നോട്ട് അയക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ മൈക്കിൻ്റെ ഐക്കണിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്യും അല്ലേ. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് മറ്റാരും കേൾക്കരുതെന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ റെക്കോർഡ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആരോയിൽ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയക്കുകയാണ്. പക്ഷേ ഈ അയക്കുന്ന മെസ്സേജ് വോയിസ് നോട്ട്സ് അവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രം കിട്ടുന്ന ആളുകൾക്ക് കേൾക്കുന്ന രീതിയിൽ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി മുതൽ നിങ്ങൾ വോയിസ് നോട്ട്സ് അയക്കുന്ന സമയത്ത് ആ തൊട്ടടുത്തുള്ള കണ്ടില്ലേ ആ ഒരു 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബട്ടൺ കണ്ടില്ലേ, ആ വോയിസ് നോട്ടിൻ്റെ തൊട്ടടുത്ത് കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അയക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന വോയിസ് കേൾക്കാൻ പറ്റുള്ളൂ. അത് അവർക്ക് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഒരു ഓപ്ഷൻ. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അയച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ഫോണിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാം. ഇതാ ഞാൻ മറ്റേ ഫോൺ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് വന്നിട്ടുണ്ട്. അതിന് താഴെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ആ 1 എന്നുള്ളത് പ്രസ് ചെയ്യാതെ നമ്മൾ അയച്ചതാണെന്ന് വിചാരിക്കുക. അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് പ്രസ് ചെയ്താൽ ഫോർവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സീക്രട്ടുകൾ മുഴുവൻ നാട് നീളെ അറിയും, എല്ലാവർക്കും ഇവർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിനായി ചെയ്യുന്ന കാര്യം എന്താണ്, 1 എന്നുള്ള പ്രസ് ചെയ്ത് താഴെ അതാ കണ്ടോ, ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അവർക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർവേഡ് ഓപ്ഷൻ അതിൽ വരില്ല. അപ്പം നമ്മൾ അയക്കുന്ന കാര്യങ്ങൾ ഒരൊറ്റ ഫ്രണ്ട് മാത്രമാണ് കേൾക്കേണ്ടതെങ്കിൽ നമുക്ക് വളരെ സീക്രട്ടായിട്ട് അവൻ അയച്ചു കൊടുക്കാൻ പറ്റും. അവൻ കേട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുകയും ചെയ്യും. അടിപൊളി ഓപ്ഷനാണ്. ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക.